ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് വിഴിഞ്ഞത്തായിരുന്നു പ്രോഗ്രാം. അത് വരുന്ന വഴിക്ക് ഒരു ക്ലാർക്ക് ഇനിയും മേടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നതെന്ന് അറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ക്ലാർക്ക് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നതെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് പൊളിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വീഡിയോയുടെ ഒരു ഉള്ളടക്കം. ആദ്യം നമുക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എടുക്കാം. ഒരു ഫ്ലെയർ വേണം, കത്തി വേണം, ഒരു കത്രിക വേണം. വെരി ഗുഡ്. ട്രിവാൻഡ്രത്ത് ക്ലാത്തി എന്ന് പറയും. പണി ആഹാ അടിപൊളി. എൻ്റെ ഭാര്യയാണ് മീൻ കറി വയ്ക്കുന്നത്. ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് കാണാം. ഇതാണ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇച്ചിരി എരിവ് വേണം. അതുകൊണ്ട് ഞാൻ 4 സ്പൂൺ ഇടുവാണേ. 2 3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഞ്ചി 3-4 കഷ്ണം വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം. ആ സമയം നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ, ഒരുപാട് വേണ്ട. ഈ മീനിന് നെയ്യുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കണ്ടി മാറ്റി കുറച്ച് കടുക് വറുക്കുക. ഒരുപാട് മൂത്തൊന്നും വേണ്ട.
അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് അരയണം. അരപ്പിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവശ്യമൊന്ന് ചൂടാക്കണം. നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആക്കിയ ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴിക്കാണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത്. നല്ലോണം കുടംപുളിയാണ്, അല്ല കുടംപുളിയല്ല, പിഴുപുളി. നന്നായിട്ട് കുറച്ചുകൂടെ വെള്ളം വേണം, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടാം. നമുക്കിത് അടപ്പെടുത്ത് നോക്കാം. നമുക്ക് കളിച്ചോറും നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് ഉരുവാക്കി കൊടുക്കാം. ഈ മീൻ കഷ്ണമെല്ലാം ഇതിനകത്ത് എൻ്റെ കെട്ടിയോട് നല്ല മീനെല്ലാം നല്ല സൂപ്പറായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കിത് വെട്ടാൻ വലിയ നന്നായിട്ട് അറിയത്തില്ല. ഇവിടെയാണ് മീനൊക്കെ വെട്ടിത്തരുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ കപ്പയാണ് ബെസ്റ്റ്. കപ്പയും ക്ലാത്തി മീനുമാണ് നല്ല ടേസ്റ്റാണ്. മീനെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പില ഇവിടെ ഇട്ട് കറക്കി അപ്പോൾ നമ്മുടെ ക്ലാത്തി മീൻ സെറ്റായിട്ടുണ്ട്. ഇനി കപ്പയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഞങ്ങളുടെ ക്ലാത്തി മീൻ കറി കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കണ്ടേ എങ്ങനെയുണ്ടെന്ന്. വെള്ളം ഒഴിച്ച് കൊടുക്കണേ. നല്ല ആവി വറക്കുന്ന നല്ല അടിപൊളി കപ്പയാണ്. ക്ലാത്തി കപ്പോടെ ഇങ്ങനെ വെക്കാം. ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു മണം. ചേട്ടൻ കഴിച്ച് നോക്കണേ, ഇങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി ചക്കര, ഒരു രക്ഷയില്ല. കുറെ നാളായി ക്ലാത്തി മീൻ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ്.